മാത്യു കുഴൽനാടൻ കൂടിയുണ്ട് ടെലിഫോണിൽ. ശ്രീ മാത്യു കുഴൽനാടൻ, ഇ ഡി അന്വേഷണം തടയണമെന്ന ആവശ്യമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തിയിരിക്കാൻ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യമാണ്. ഇപ്പോൾ ഷോൺ പറഞ്ഞ പ്രതികരണങ്ങൾ കൂടി താങ്കൾ കേട്ടല്ലോ. തീർച്ചയായിട്ടും നമ്മൾ അവർ ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നതിനെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അതിലുള്ള അവരുടെ ഒരു വേവലാതിയോ ഒക്കെ ആണല്ലോ അത് കാണിക്കുന്നത്. ഒരു അന്വേഷണത്തെ ഫെയറായിട്ട് നേരിടുക, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പറയുന്ന പോലെ മടിയിൽ കനമില്ല എന്നുള്ളതാണെങ്കിൽ അന്വേഷണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങൾക്കൊക്കെ ഇതിന്റെ അന്വേഷണം വന്നപ്പോൾ എനിക്കും വേണമെങ്കിൽ നല്ല സബ്സ്റ്റാൻഷ്യൽ ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു കോടതിയിൽ പോയി സ്റ്റേ ചെയ്യാൻ. ബട്ട് ഐ വെൽക്കം ദ ഇൻവെസ്റ്റിഗേഷൻ. അന്വേഷിച്ച് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തട്ടെ, ഇല്ലെങ്കിൽ എനിക്കൊരു ക്ലീൻ ചിറ്റ് വരുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതിന് ശ്രമിക്കാത്തത്? ഒരു ഫെയർ ആയിട്ടുള്ള അന്വേഷണം നടന്ന് പിണറായി വിജയൻ കുറ്റക്കാരനെല്ലാം മടിയിൽ കനവില്ല എന്ന് തെളിയിക്കാൻ കിട്ടുന്ന അദ്ദേഹത്തിന് അവസരം കിട്ടുമ്പോൾ എന്തിനാണ് അദ്ദേഹം ഈ കോടതിയിൽ അപ്പീൽ പോയി ഇതിനെ തടയാൻ ശ്രമിക്കുകയും ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുകയും അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിച്ച ആളാണ്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു. ജനങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഒരു ഫെയർ അന്വേഷണം നടന്ന് കണ്ടെത്തുന്നതിന് എന്താണ് കുഴപ്പം? അപ്പൊ ദാറ്റ് ഷോസ് ഐ മീൻ ദേ ആർ വറീഡ് അബൌട്ട് ഇറ്റ്. അതിന്റെ റീസൺസ് ഉണ്ട്. സോ ഇത് കാണിക്കുന്നത് അവരുടെ വെപ്പാളാണ്. ബട്ട് എനിവേ വൺ ഡേ ഒരു സത്യം പുറത്തു വരും. വലിയ അഴിമതി നടന്ന കേസാണ് അത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു.